മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതുപോലുള്ള ആ ഒരു എക്സാം സീരീസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് വീഡിയോ ആണ്. ഇതിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു വീഡിയോ കാണുന്നതിന് മുൻപ് തീർച്ചയായും നമ്മൾ ഇതിന് തൊട്ട് മുൻപ് പബ്ലിക് ആക്കിയ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. കാരണം അതിനകത്ത് ഞാൻ എക്സാമിനെ കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു എക്സാം സീരീസ് ആയിട്ട് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പഠനം എവിടെ എത്തി നിൽക്കുന്നു, നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എത്ര നെഗറ്റീവ് മാർക്ക് വരുന്നുണ്ട് എന്നൊക്കെ അറിയാനാണ്. അപ്പം നേരത്തെ പറഞ്ഞ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഉപരി ചെയ്യേണ്ടത് നെഗറ്റീവ് മാർക്ക് വരാതെ നോക്കുക എന്നതാണ്. നെഗറ്റീവ് മാർക്ക് വരാതെ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആ ഒരു മാർക്ക് കൂടി വരും. അതുകൊണ്ട് തന്നെ തരുന്ന 10 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നും എത്ര ക്വസ്റ്റ്യൻ ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് ഡൗട്ട് വരാം, അയ്യോ ഞാൻ ഇത് പഠിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് എത്താൻ പറ്റുന്നില്ല. പഠിച്ചത് കൊണ്ട് മാത്രം ആയില്ല, ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് വരുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചൊരു ധാരണ വേണം. ടെൻഷൻ ആവുമൊന്നും വേണ്ട. ഞാൻ ഈ ഒരു സീരീസ് ഈ സമയത്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ഇനിയും മാറ്റിയെടുക്കാൻ കുറച്ചുകൂടി സമയം നമ്മുടെ മുന്നിലുണ്ട് അല്ലെ. അതുകൊണ്ട് തീർച്ചയായും ഈ ക്വസ്റ്റ്യൻസിനെ വളരെ കാര്യമായിട്ട് തന്നെ സമീപിക്കുക. 10 ക്വസ്റ്റ്യൻ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ആ 10 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തതിന് ശേഷം അതിന്റെ ആൻസർ നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ ആയിരിക്കും തരുന്നുണ്ടാവുക വിത്ത് എക്സ്പ്ലനേഷൻ. അപ്പൊ തീർച്ചയായും നിങ്ങൾ ആ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുമെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പൊ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് 2025 നടന്ന സാൻസ്ക്രിറ്റിന്റെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എല്ലാവർക്കും അറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വരുന്നുണ്ട് എന്നുള്ളത്. ഈ കഴിഞ്ഞ പല HSA എക്സാമുകളിലും കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്ത് ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് വരുന്നില്ല. അതുകൊണ്ട് കൃത്യമായി പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക. പ്രിയാമ്പിളില് എപ്പോഴും ഞാൻ അടുത്ത് ശ്രദ്ധിക്കേണ്ടത് ഈസ് ആർ കറക്റ്റ് എന്നാണ്, ചിലപ്പോൾ നോട്ട് കറക്റ്റ് എന്നായിരിക്കും. കറക്റ്റ് ആയത് ഏത് എന്നാണ്. ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് വിത്ത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത് ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട്സ് വിത്ത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യൻ യൂണിയൻ. പ്രിയാമ്പിൾ ഇൻക്ലൂഡ്സ് ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര അല്ലേ, വളരെ ചെറിയ ചെറിയ വ്യത്യാസമുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ കൃത്യമായി പഠിച്ചവർക്ക് മാത്രമായിരിക്കും ആൻസർ കിട്ടുക. അപ്പൊ മാക്സിമം തെറ്റില്ലാതെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് ദ പ്രിയാമ്പിൾ. അഗൈൻ ഒരേ എക്സാമിന് പ്രിയാമ്പിളിനെ ബേസ് ചെയ്തിട്ട് 2 ക്വസ്റ്റ്യൻ, ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോ ഒരേ ക്വസ്റ്റ്യൻ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഒഴിവാക്കിയതാണ് ആ എക്സാമിൽ നിന്ന് മാത്രം. ഇന്ത്യ ഈസ് എ സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇന്ത്യ ഈസ് എ സോഷ്യലിസ്റ്റ് സെക്യുലർ റിപ്പബ്ലിക്. ഇന്ത്യ ഈസ് എ സോവറൈൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. 3 ശരിയാണോ, ഓൺലി 1 and 2 ആണോ, ഓൺലി 2 ആണോ, ഓൺലി 3 ആണോ എന്നതാണ് ഓപ്ഷൻസ്. ആലോചിച്ച് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് which of the following statement is or are correct about the fundamental duties of Indian constitution. എല്ലാം സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. There are 11 fundamental duties in Indian constitution. Article 51A enlisting fundamental duties. Part 4A of Indian constitution includes fundamental duties. Only 2 and 3 ശരി എന്ന് പറയുന്നു. Only 1 and 3 all of the above എന്നുണ്ട്. Only 1. ഓക്കെ, 1 and ഒരു ഓപ്ഷൻ കൂടി ഉണ്ടല്ലോ, അത് വിട്ടുപോയതാ. ഓക്കെ, എന്തോ ആവട്ടെ, നിങ്ങൾ ആൻസർ ചെയ്യൂ. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദ രാജ്യസഭ. ഇതിനിടയിൽ വീണ്ടും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ മനഃപൂർവ്വം കോൺസ്റ്റിറ്റ്യൂഷന് ഇത്ര ക്വസ്റ്റ്യൻ എടുത്തിട്ട് വന്നു എന്ന് മാത്രം. ദ രാജ്യസഭ represents the states of India. Rajya is an indirectly elected body. All the members of Rajya Sabha do not complete their terms at the same time. Only 2 and 3 correct. All the above statements are correct. Only 1 and 3. Only 1 and 3. Okay. ആലോചിക്കൂ, എഴുതൂ. Who is known as Andhra Kesari? K. Kelappan, T. Prakasham,
EMS നമ്പൂതിരിപ്പാട്, TK ദിവാകരൻ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഡീറ്റെയിൽ സിലബസ്, അതായത് നമുക്ക് ഈ HSAക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാർട്ട് എന്ന മെത്തഡോളജിയുടെയാണ് ഡീറ്റെയിൽ സിലബസ് നിങ്ങളുടെ എല്ലാവരുടെയും സബ്ജക്റ്റിന്റെ കൂടെ വന്നിട്ടുണ്ടാവുക. ബാക്കിയുള്ള ഡീറ്റെയിൽ സിലബസ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഓൾറെഡി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കായിട്ട് വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പേഴ്സണെ കുറിച്ച് പഠിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി പഠിക്കണം എന്ന് അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കിയാൽ ഇല്ല. പക്ഷെ ക്വസ്റ്റ്യൻ കയറി വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ടാ എല്ലാം 20 മാർക്കും വാങ്ങാം എന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ കഴിഞ്ഞ HSA എഴുതിയവരാണ് നിങ്ങളെങ്കിൽ അതിൽ 10 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തവണ മിനിമം 15 സ്കോർ ചെയ്യാൻ പാകത്തിന് നിങ്ങൾ ഉയർന്ന്, അല്ലെങ്കിൽ ആ നമ്മുടെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവണം. അതിനാണ് ഈ പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി which of the following statements are true in related to ബ്രഹ്മാനന്ദ ശിവയോഗി? റിനൈസൻസ് എന്നുള്ള ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. He was born on 1842. He was the founder of Ananda Mahasabha. His real name was Kunyan Pillai. He is also known as Alattur Swami. 1, 2, 4 correct ആണെന്ന് പറയുന്നു. 2, 3, 4, 2 only 2 and 4. ഞാൻ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരു കാരണവശാൽ നിങ്ങൾ എയിലോട്ടോ ബിയിലോട്ടോ സിയിലോട്ടോ ഡിയിലോട്ടോ പോവരുത്. പകരം എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു, ശരിയാണോ? ശരിയെങ്കിൽ ശരിയെന്ന് ഇടുക, റോങ് ആണെങ്കിൽ റോങ് എന്ന് ഇടുക. സെക്കൻഡ് വായിച്ചു, റോങ് ആണെങ്കിൽ റോങ് ഇടുക, അല്ലെങ്കിൽ ടിക്ക് ഇടുക. അങ്ങനെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിങ്ങളുടെ അറിവ് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഓപ്ഷനിലേക്ക് പോവാം. അല്ലാതെ ഓപ്ഷനിലേക്ക് പോയാൽ നമുക്ക് എന്താ കൺഫ്യൂഷൻ ആവും. ഓക്കെ, അതുപോലെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നേരത്തെയൊക്കെ നമുക്ക് റിനൈസൻസ് പേഴ്സണാലിറ്റീസ് പഠിക്കുമ്പോൾ നമുക്കിപ്പം എന്താ പറയാ വൈകുണ്ഠ സ്വാമികൾ, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു, അങ്ങനെ കുറച്ച് പേരുടെ ഈ ഒരു എന്താ ജനിച്ച വർഷമൊക്കെ പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഞാൻ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ലേൺ വിത്ത് പ്രിയങ്ക എന്നുള്ള പ്ലാറ്റ്ഫോമിൽ HSA ജനറൽ പേപ്പറിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 60 PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, LPUP, HSA, HSST, ഇതൊക്കെ ഏകദേശം ഒരേ സിലബസ് ആണല്ലോ. അപ്പൊ അതിന്റെ 60-ൽ കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ലാസ്റ്റ് 2 years നടന്നത് ഞാൻ എടുത്തൊന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ അനലൈസ് ചെയ്തപ്പോ അതിൽ ഏറ്റവും വലിയൊരു ഇതായിട്ട് ഞാൻ നോട്ട് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാല്, ഇങ്ങനെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏത് ശരി എന്ന് ചോദിക്കുന്ന തരം ക്വസ്റ്റ്യൻസിൽ ഒരുപാട് വരുന്നത് ഈ റിനൈസൻസ് പേഴ്സണാലിറ്റീസിന്റെ ജനിച്ച വർഷം ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായും ആ ജനിച്ച വർഷം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. എല്ലാം ഒന്നും പഠിച്ചു വെക്കാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾ എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യുക. ചിലർക്ക് എന്ത് ചെയ്യാം, അച്ഛന്റെ എന്താണ് വർഷത്തിനേക്കാൾ, അച്ഛൻ ജനിച്ച വർഷത്തിനേക്കാൾ 100 വർഷം മുന്നേ, അല്ലെങ്കിൽ അച്ഛൻ ജനിച്ചതിനേക്കാൾ 50 വർഷം, അല്ലെങ്കിൽ ഞാൻ ജനിച്ചതിനേക്കാൾ 100 വർഷം, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അല്ലെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഒന്ന് ആലോചിച്ച് കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക. Next question is, which of the following social reformer first to make mirror consecration in South India? ഇതും റിനൈസൻസിന്റെ ഭാഗത്തു നിന്നാണ്. ശ്രീനാരായണ ഗുരു ആണോ, ചട്ടമ്പി സ്വാമികളാണോ, വൈകുണ്ഠ സ്വാമികളാണോ, അയ്യങ്കാളിയാണോ? ആലോചിച്ച് എഴുതുക. Who wrote the book കഴിഞ്ഞ കാലം? ഇത് ലിറ്റററി ഫിഗേഴ്സ് എന്നുള്ള ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. KP വള്ളോൻ, KP കേശവമേനോൻ, C കേശവൻ, CV കുഞ്ഞിരാമൻ. എന്തായാലും എല്ലാം KK വെച്ചിട്ട് തന്നെ വരുമ്പോ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. ഇത് എഴുതി വെക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ OMR തന്നെ ബബിൾ ചെയ്യാൻ ശ്രമിക്കുക, അത്രയും നല്ല കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, which of the following events are true in related to മലബാർ റിബല്യൻ? സ്ട്രഗിൾസ് എന്നുള്ള ഭാഗത്തുനിന്ന്, അതായത് റിനൈസൻസിന്റെ അകത്ത് വരുന്ന സബ് ടോപ്പിക് ആയിട്ടുള്ള സ്ട്രഗിൾസ് ആൻഡ് റിവോൾട്ട്സ് എന്നുള്ള ആ സബ് ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ആണിത്. മലബാർ റിബല്യൻ ബ്രോക്ക് ഔട്ട് ഇൻ 1925. കണ്ടോ, വർഷം എല്ലാത്തിലും വരുന്നുണ്ട്. വാഗൺ ട്രാജഡി വാസ് ആൻ ഇൻസിഡന്റ് ഡ്യൂറിംഗ് മലബാർ റിബല്യൻ. മുഹമ്മദ് അലി ആൻഡ് ഷർക്കത്ത് അലി were the leaders of മലബാർ റിബല്യൻ. പൂക്കോട്ടൂർ വാർ is in August 1921 related to മലബാർ റിബല്യൻ. 1, 3 and 4 ആണോ? ഇങ്ങനെ ഓപ്ഷൻ നിങ്ങൾ പോവല്ലേ. നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് നിങ്ങളൊരു തീരുമാനത്തിൽ എത്തിയതിനു ശേഷം മാത്രം ABCDയിലോട്ട് കണ്ടുപോയാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ആൻസർ എന്തായാലും തെറ്റിപ്പോകും. ഓക്കെ, നെക്സ്റ്റ്, ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഫോംഡ് ഇൻ ദ ഇയർ 1938 ആണോ, 37 ആണോ, 36 ആണോ, 35 ആണോ? കണ്ടോ, ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. അപ്പൊ ചിന്തിച്ച് എഴുതുക. വീണ്ടും ഞാൻ പറയുന്നു, OMR ഉണ്ടെങ്കിൽ അതിൽ ചെയ്തു നോക്കൂ.
മാക്സിമം നെഗറ്റീവ് മാർക്ക് വരാതെ നോക്കുക. ഇത് 2025 ഏപ്രിലിൽ നടന്ന ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് ലാസ്റ്റ് 2 years ആയിട്ട് ഞാൻ നോക്കിയപ്പം PSC കാണുന്നത്, HS ഒരു അധ്യാപക പരീക്ഷകളിലൊക്കെ കാണുന്നത്. അതാണ് നിങ്ങൾക്ക് ഞാൻ ഇത്രയും അപ്ഡേറ്റ് ചെയ്തില്ല, ഇത്രയും നേരത്തെ ഈ ഒരു റീസെന്റ് ആയി നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നത്. ഫസ്റ്റ് വീഡിയോയിലെ 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. OMR ഓർ നിങ്ങളുടെ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ആൻസർ നമുക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ വിത്ത് എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും. ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.